നമ്മൾ വൺസ് അപ്പോൺ എ ടൈം ഇൻ മദ്രാസ് എന്ന സിനിമയെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. കഥയുടെ തുടക്കത്തിൽ രംഗരാജ് എന്നൊരു മനുഷ്യനെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിയുന്നു. അദ്ദേഹത്തിന് ധാരാളം മാവുകളുണ്ട്. രംഗരാജ് മാവുകൾ നട്ട ഗാർഡനടുത്തായി ഒരു റോഡുണ്ട്. കുറച്ച് ദൂരെയായി ഒരു സ്കൂളുമുണ്ട്. സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം എല്ലാ കുട്ടികളുടെയും കണ്ണ് രംഗരാജിന്റെ മാമ്പഴങ്ങളിലാണ്. ഇവരിൽ സുദർശൻ എന്നൊരു കുട്ടിയുണ്ട്. അവൻ അവിടെ അടുത്തുള്ള സ്ലം ഏരിയയിൽ താമസിക്കുന്നു. വരുമ്പോഴും പോകുമ്പോഴും അവൻ ആ മാമ്പഴങ്ങളിൽ കണ്ണുവയ്ക്കാറുണ്ട്. രംഗരാജ് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് അവന്റെ മാമ്പഴങ്ങൾ ആരും പറിക്കരുതെന്ന്. പക്ഷേ ഫ്രണ്ട്സ്, കുട്ടികൾ തന്നെയല്ലേ. അതുകൊണ്ട് ഒരു വൈകുന്നേരം സുദർശൻ വീട്ടിലേക്ക് പോകുമ്പോൾ അവന്റെ കണ്ണ് മാമ്പഴത്തിൽ പതിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ മാമ്പഴം പറിക്കാൻ വലിഞ്ഞേറുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, രംഗരാജൻ സുദർശനെ കാണുന്നു. ദേഷ്യത്തിൽ അദ്ദേഹത്തിന് വിവേകം തന്നെ നഷ്ടപ്പെടുന്നു. ഓ മൈ ഗോഡ്! അദ്ദേഹം സുദർശനിലേക്ക് വെടിവെക്കുന്നു. വെടിയുണ്ട നേരെ സുദർശന്റെ ശരീരത്തിലൂടെ കടന്നു പോകുന്നു. സുദർശൻ അവിടെ വെച്ച് തന്നെ മരിക്കുന്നു. സുദർശനെ കൊന്ന ബുള്ളറ്റ് അയാളുടെ ശരീരത്തിൽ നിന്ന് പുറത്തു വന്നിട്ടും അയാൾ അത് നമ്മളെക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. ഇതിന്റെ ഫലമായി ഓഫീസർ കേസ് അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ ബുള്ളറ്റ് കണ്ടെത്താൻ കഴിയാത്തതിനാൽ കൊലപാതകം ട്രേസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാകുന്നു. ക്രമേണ ഈ വാർത്ത ന്യൂസ് ചാനലിലും വരുന്നു. ഇത് കണ്ട് രംഗരാജ് വളരെ നെർവസ് ആവുന്നു. എന്നാൽ എവിടെയോ അയാൾക്ക് മനസ്സിലാകുന്നുണ്ട് താൻ ഒരു തെറ്റ് ചെയ്തുവെന്നും ഇപ്പോൾ പിടിക്കപ്പെടുമോ എന്ന പേടി കൊണ്ട് സുദർശനെ കൊന്ന ഗൺ അടുത്തുള്ള പുഴയിൽ എറിയുന്നു. പക്ഷേ ഫ്രണ്ട്സ്, ഗൺ പുഴയിൽ വീഴുന്നില്ല. വെള്ളത്തിൽ വീഴുന്നതിന് പകരം ഒരു കോൾ ബോക്സിൽ വീഴുകയും ആ ബോക്സ് കരയിൽ ഒഴുകി നിൽക്കുകയും ചെയ്യുന്നു. പിന്നീട് അവിടെ നിന്ന് ആരോ ആ ഗണ്ണെടുത്ത് സൂക്ഷിക്കുന്നു. പക്ഷെ ആ ഗണ്ണെടുത്ത് ആരാണെന്ന് നമുക്കിപ്പോൾ അറിയില്ല. ഇവിടെ നിന്നാണ് നമ്മുടെ യഥാർത്ഥ സ്റ്റോറി തുടങ്ങുന്നത്. ഇപ്പോൾ നമ്മൾ മാധവി എന്ന പെൺകുട്ടിയെ കാണുന്നു. അവൾ അടുത്തിടെ വിവാഹിതയായി. അവളുടെ ഭർത്താവിന്റെ പേര് അരവിന്ദ് എന്നാണ്. ഇന്ന് അവരുടെ ഫസ്റ്റ് നൈറ്റ് ആണ്. അതിനായി മാധവി വളരെ സന്തോഷവതിയാണ്. ഇപ്പോൾ മാധവിയുടെ വീട്ടിൽ സമ്പത്ത് എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ട്. ഒരു സെർവന്റിനെയും നമ്മൾ കാണുന്നു. അയാളുടെ സുഹൃത്തുക്കൾക്ക് മാധവിയോട് മോശം നോട്ടമുണ്ട്. അയാൾ രഹസ്യമായി മാധവിയെ നോക്കുന്നുണ്ട്. മാധവി ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ അവൾ അതിനെ വലിയ പ്രാധാന്യം കൊടുത്തിരുന്നില്ല. ഇതിനുശേഷം അവൾ അവളുടെ റൂമിലേക്ക് പോയി ലൈറ്റ് ഓഫ് ചെയ്ത് ഉറങ്ങാൻ കിടക്കുന്നു. കുറച്ചു സമയത്തിന് ശേഷം അരവിന്ദ് അവിടെ വരുന്നു. അവർ രണ്ടുപേരും ആസ്വദിക്കുന്നു. ഇതിനുശേഷം ഫ്രണ്ട്സ്, നമ്മൾ രണ്ടാമത്തെ കഥ കാണുന്നു. അത് സാവിത്രി എന്ന ഗാർബേജ് കളക്ടറിന്റെ കഥയാണ്. മകൾ ആരതി ഒരു ട്രാൻസ്ജെൻഡർ ആണ്. പക്ഷേ അവൾക്ക് ഡോക്ടർ ആകണമെന്നുണ്ട്. അതുകൊണ്ട് സാവിത്രി രാവും പകലും കഷ്ടപ്പെട്ട് അവളെ ഡോക്ടർ ആക്കാൻ ആഗ്രഹിക്കുന്നു. ആരതിക്ക് വേണ്ടി സാവിത്രി മൂർത്തി എന്നയാളിൽ നിന്ന് 80,000 രൂപ ലോൺ എടുത്തിട്ടുണ്ട്. പക്ഷെ മൂർത്തി നല്ല ആളല്ല. ലോൺ കൊടുത്ത പണം തിരികെ കിട്ടാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. സാവിത്രിക്ക് ഇതറിയാം. അതുകൊണ്ട് അവൾ എപ്പോഴും പേടിച്ചിരുന്നു. ഇതിനുശേഷം നമുക്ക് മനസ്സിലാകുന്നത് രാജയും റേച്ചലും കുടുംബത്തിന്റെ എതിർപ്പ് വെക്കാതെ വിവാഹിതരായി. വാസ്തവത്തിൽ അവർ ഇരുവരും പരസ്പരം സ്നേഹിച്ചിരുന്നു. പക്ഷെ എന്തോ കാരണത്താൽ റേച്ചലിന്റെ അച്ഛൻ ഈ ബന്ധം അംഗീകരിച്ചില്ല. റേച്ചലിന്റെ അച്ഛൻ ഇവരെ രണ്ടുപേരെയും കണ്ടപ്പോൾ റേച്ചലിനെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അന്നു മുതൽ റേച്ചലിന് അവളുടെ കുടുംബവുമായി യാതൊരു ബന്ധവുമില്ല. ഈ കഥയുടെ മധ്യത്തിൽ നമ്മൾ അനീറ്റ എന്ന പെൺകുട്ടിയുടെ കഥയും കാണുന്നു. അവൾ ഒരു ആൺകുട്ടിയെ സ്നേഹിക്കുന്നു. ആ ആൺകുട്ടി മറ്റൊരു ജാതിയിൽപ്പെട്ടവനാണ്. അതുകൊണ്ട് അനീറ്റയുടെ അച്ഛന് അനീറ്റ അവനെ വിവാഹം കഴിക്കുന്നത് ആഗ്രഹിക്കുന്നില്ല. അനീറ്റ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും അച്ഛനെ സമ്മതിപ്പിക്കാൻ കഴിയുന്നില്ല. അനീറ്റയുടെ അച്ഛൻ അവളെ ഇമോഷണലായി ബ്ലാക്ക്മെയിൽ ചെയ്യുകയും അവളോട് ആ ബോയെ മറക്കാൻ പറയുന്നു. പിന്നെ അനീറ്റയുടെ ഫാദർ എവിടെയോ കാറിൽ പോകുമ്പോൾ അദ്ദേഹത്തിന് മകനിൽ നിന്ന് ഒരു കോൾ വരുന്നു. അവൻ പറയുന്നു, പപ്പ, അനീറ്റ എല്ലാവരുടെയും ഡിസിഷനെതിരായി അവൾ മാരേജ് കോർട്ടിൽ പോയി അവളുടെ ബോയ് ഫ്രണ്ടിനെ കല്യാണം കഴിക്കാൻ പോകുന്നു. ഇതിനായി അവൾ ഇപ്പോഴും മാരേജ് കോർട്ടിൽ ഇരിക്കുകയാണ്. ഇത് കേട്ട അനീറ്റയുടെ ഫാദർ കോപത്താൽ ക്രേസി ആകുന്നു. അദ്ദേഹം മകനോട്, അതായത് അനീറ്റയുടെ ബ്രദറിനോട് മാരേജ് കോർട്ടിൽ എത്താൻ പറയുന്നു. അദ്ദേഹം തന്നെ വേഗത്തിൽ കാർ ഓടിച്ച് മാരേജ് കോർട്ടിലേക്ക് പോകാൻ തുടങ്ങുന്നു. വഴിയിൽ വേഗത്തിൽ ഓടിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന് കാറിന്റെ ബാലൻസ് നഷ്ടപ്പെടുകയും കാർത്തിക് എന്ന ബോയെ കാർ ഇടിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം അപ്പോൾ ബൈക്കിലായിരുന്നു. കാർത്തികിന് വലിയ പരിക്കൊന്നും പറ്റിയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ബൈക്ക് ഡാമേജ് ആകുന്നു. അതുകൊണ്ട് അദ്ദേഹം പോകുന്നിടത്തേക്ക് പോകാൻ കഴിയാതെ വീഴുന്നു. ഇപ്പോൾ അനീറ്റയുടെ ഫാദറിന് അവിടെ പോകാൻ കഴിയില്ല. ഇതിനുശേഷം കാർത്തിക് അനീറ്റയുടെ അച്ഛനോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്നെ മാരേജ് കോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാമോ? ഞാനും അവിടേക്ക് പോവുകയാണ്. അനിതയുടെ അച്ഛൻ സമ്മതിക്കുന്നു. അതിനുശേഷം കാർത്തിക് അദ്ദേഹത്തിന്റെ കാർ ഓടിച്ച് അവരുമായി കോർട്ടിലേക്ക് പോകാൻ തുടങ്ങുന്നു. വഴിയിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അനീറ്റയുടെ അച്ഛൻ അവനോട് ചോദിക്കുന്നു, എന്തിനാണ് മാരേജ് കോർട്ടിലേക്ക് പോകുന്നത് എന്ന്. മറുപടിയായി കാർത്തിക് പറയുന്നു, ഇന്ന് ഞാൻ എന്റെ ഗേൾഫ്രണ്ടിനെ കല്യാണം കഴിക്കാൻ പോവുകയാണ്. കോർട്ടിൽ പോകുന്നത് എന്റെ ഗേൾഫ്രണ്ടിന്റെ ഫാമിലി മാരേജിനെ എതിർക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ കോർട്ടിൽ മാരേജ് ചെയ്യുന്നത്. ഇത് കേട്ട ശേഷം എന്താണ് സംഭവിച്ചതെന്നാൽ അനീറ്റയുടെ അച്ഛൻ പറയുന്നു, ഇന്നത്തെ കുട്ടികൾക്ക് ഈ മാനേഴ്സ് ഒന്നുമില്ലെന്ന്. അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യുമ്പോൾ ഫാമിലിയോട് എന്താണ് പറയാനുള്ളത്? കൾച്ചറൽ ട്രഡീഷൻ എന്നുണ്ടല്ലോ. ഇവിടെ കാർത്തികിന് മനസ്സിലാവുന്നു ഈ അങ്കിളിന് വളരെ വ്യത്യസ്തമായ തിങ്കിങ് ആണെന്ന്. അതുകൊണ്ട് അവർ തമ്മിൽ ഒരു ചെറിയ ആർഗ്യുമെന്റ് ഉണ്ടാവുന്നു. അതെ, അവൾ പോകുമ്പോൾ അനീറ്റയുടെ അച്ഛന് മകനിൽ നിന്നൊരു കോൾ വരുന്നു. അവൻ മാരേജ് കോർട്ടിൽ എത്തിയെന്നും അനീറ്റയുടെ ബോയ് ഫ്രണ്ട് ഇതുവരെ അവിടെ എത്തിയിട്ടില്ല എന്നും പറയുന്നു. മറുപടിയായി അനീറ്റയുടെ അച്ഛൻ പറയുന്നു, നീ അവിടെ വെയിറ്റ് ചെയ്യ്, അവിടെ തന്നെ ഉണ്ടാവും. ഞാൻ വരുന്നതിന് മുമ്പ് ഒന്നും ചെയ്യരുത്. അനീറ്റയുടെ ബോയ് ഫ്രണ്ട് ആരാണെന്ന് എനിക്കറിയണം. എന്നാൽ ഫ്രണ്ട്സ്, കോൾ കട്ടായതിനു ശേഷവും അനീറ്റയുടെ അച്ഛനും കാർത്തിക്കും തമ്മിലുള്ള വാഗ്വാദം തുടരുന്നു. ഇപ്പോൾ മറുവശത്ത് നമ്മൾ സാവിത്രിയെ കാണുന്നു. കഥ പോകുന്നത് പോലെ മൂർത്തിയുടെ പണം തിരികെ കൊടുക്കാൻ അവൾക്ക് പണമില്ല. അതുകൊണ്ടാണ് അവൾ ഒരിക്കൽ മൂർത്തിക്ക് വേണ്ടി ജോലി ചെയ്തിരുന്നത്. മൂർത്തി എന്ന ഡേഞ്ചറസ് ആയ ആളാണെന്ന് അറിയാവുന്ന തന്റെ ഫ്രണ്ട് ജഗ്ഗുവിന്റെ ഹെൽപ്പ് തേടുന്നത്. പിന്നീട് അവർ രണ്ടുപേരും ഒരുമിച്ച് പണം സമാഹരിക്കാൻ ട്രൈ ചെയ്യുന്നു. പക്ഷേ എവിടെ നിന്നും പണം കിട്ടുന്നില്ല. ഒരു ദിവസം സാവിത്രി എവിടെ നിന്നോ ഒരു ഗൺ
സംഘടിപ്പിക്കുന്നു. അവൾ അത് ജഗ്ഗുവിന്റെ അടുത്ത് കൊണ്ടുപോയി ഈ ഗൺ വിൽക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നു. കിട്ടുന്ന പണം കൊണ്ട് ലോൺ തിരിച്ചടയ്ക്കാമെന്ന് പറയുന്നു. പക്ഷേ ഗൺ വിൽക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ ജഗ്ഗു അവന്റെ കയ്യിലിരുന്ന കുറച്ച് പൈസ എടുത്ത് സാവിത്രിക്ക് കൊടുത്ത് പിന്നീട് ജഗ്ഗു തന്റെ കയ്യിലിരുന്ന പൈസ സാവിത്രിക്ക് കൊടുത്ത് ജോലി ചെയ്യാൻ പറയുന്നു. ഇപ്പോൾ പോയി മൂർത്തിക്ക് കൊടുക്ക്, പിന്നെ നമുക്ക് കുട്ടികൾക്ക് പണം കൊടുക്കാമെന്ന് പറയുന്നു. പക്ഷെ അപ്പോഴേക്കും വൈകിപ്പോയി. മൂർത്തി അവന്റെ പണത്തിന് പിറകെയാണ്. അവൻ അത്രയ്ക്കും താഴ്ന്നു പോകുന്നു. സാവിത്രിയുടെ മകൾ ആരതിയോട് മോശമായി പെരുമാറുകയും അവളെ സെക്ഷലി ഹരാസ് ചെയ്യുകയും ചെയ്യുന്നു. ഇതറിഞ്ഞപ്പോൾ സാവിത്രി പൂർണ്ണമായും തകർന്നു പോകുന്നു. ഞാൻ കാരണം എന്റെ മകൾക്ക് ഈ ക്രൂരത സംഭവിച്ചല്ലോ എന്ന്. പിന്നെ നമുക്ക് രാജയുടെ കഥ നോക്കാം. രാജ പണത്തിനായി റേച്ചലിന്റെ അച്ഛന്റെ അടുത്ത് പോകുന്നു. മകൾക്ക് അസുഖമാണെന്ന് പറഞ്ഞിട്ടും റേച്ചലിന്റെ അച്ഛൻ ഹെൽപ്പ് ചെയ്യാൻ വിസമ്മതിക്കുന്നു. ഇതിനുശേഷം രാജ പണത്തിനായി അവന്റെ കസിന്റെ അടുത്തേക്ക് പോകുന്നു. അവിടെ നിന്ന് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അല്പം പണം കിട്ടുന്നത്. പക്ഷെ പകരമായി കസിന്റെ ഭാര്യ രാജയുടെ ഓട്ടോറിക്ഷ വച്ചുകൊള്ളുന്നു. ഇത് വ്യക്തമായി കാണിക്കുന്നത് ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ പോലും ആളുകൾ സ്വന്തം ബെനിഫിറ്റ് നോക്കുന്നു എന്നതാണ്. കുറച്ച് പണം സ്വരൂപിച്ചിട്ടും ഇത്രയും പണം കൊണ്ട് തന്റെ ഭാര്യയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയില്ല എന്ന് രാജ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അവൻ തെറ്റായ വഴിയിലേക്ക് പോകാൻ തയ്യാറാവുന്നു. രാജ അവന്റെ ബോസിന്റെ അടുത്ത് പണത്തിനായി സഹായം ചോദിക്കാൻ പോകുന്നു. അപ്പോൾ ഒരു സ്ത്രീയെ കൊല്ലാൻ ബോസ് അവനോട് ആവശ്യപ്പെടുന്നു. ആ സ്ത്രീയുടെ പേര് കിരൺ എന്നാണ്. അവർ ഒരു സോഷ്യൽ വർക്കറാണ്. രാജ ഈ കൊലപാതകത്തിന് സമ്മതിക്കുന്നു. ബോസിൽ നിന്ന് ഗൺ വാങ്ങി കിരണിനെ പിന്തുടർന്ന് അവിടെ വെച്ച് കൊല്ലുന്നു. ഇവിടെ നിന്ന് നേരിട്ട് നമ്മൾ മാധവിയുടെ കഥയിലേക്ക് കടക്കുന്നു. മാധവിക്ക് അവളുടെ ഭർത്താവ് അരവിന്ദിൽ നിന്ന് യാതൊരു സ്നേഹവും ലഭിക്കുന്നില്ലായിരുന്നു. അതായത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം ലഭിക്കുന്നില്ലായിരുന്നു. പല രാത്രികൾ അവർ ഇന്റിമേറ്റ് ആയിരുന്നു. പക്ഷെ പിന്നെയും സുഹൃത്തുക്കളെ, പകൽ സമയത്തോ അല്ലെങ്കിൽ മാധവി അരവിന്ദിന്റെ മുമ്പിൽ ഉള്ളപ്പോഴോ അരവിന്ദ് അവളെ ഒട്ടും സ്നേഹിക്കുന്നില്ല. ഇത് മാധവിക്ക് വളരെ വിചിത്രമായി തോന്നുന്നു. മാധവി ഇതിനെക്കുറിച്ച് വളരെ ദുഃഖിതയാണ്. ഒരു മാസത്തിന് ശേഷം മാധവി പ്രഗ്നന്റ് ആകുന്നു. പക്ഷെ അവളുടെ പ്രഗ്നൻസിയിൽ പോലും അവൾ സന്തോഷവതിയല്ല. പിന്നെ ഒരു രാത്രി ഈ എല്ലാ കൺഫ്യൂഷനുകളുടെയും സത്യം പുറത്തു വരുന്നു. സുഹൃത്തുക്കളെ, ഒരു രാത്രി മാധവി ശ്രദ്ധിക്കുന്നു അരവിന്ദ് ബെഡിലില്ല. പിന്നെ അവൾ അരവിന്ദിനെ തിരഞ്ഞ് താഴത്തെ റൂമിലേക്ക് പോകുന്നു. അവിടെ അവൾ കാണുന്നത് അരവിന്ദും അവരുടെ സെർവന്റായ സമ്പത്തും ഇന്റിമേറ്റ് ആയിരിക്കുന്നതാണ്. അതായത് അരവിന്ദും സമ്പത്തും ഗേ ആണ്. കൂടാതെ അവർ ഇരുവരും ഒരു കപ്പിളായിരുന്നു. ഇതിനെക്കുറിച്ച് അരവിന്ദ് മാധവിയോട് മുമ്പ് പറഞ്ഞിട്ടില്ലായിരുന്നു. ഇവിടെ അരവിന്ദ് മാധവിയെ കണ്ട് എംബാരസ്ഡ് ആവുന്നു. ഇവിടെ സുഹൃത്തുക്കളെ, ചിന്തിക്കേണ്ട കാര്യം ഇതാണ്. അരവിന്ദിന് പെൺകുട്ടികളോട് ലവ് ഇല്ലെങ്കിൽ മാധവി എങ്ങനെ പ്രഗ്നന്റ് ആയി എന്നും മാധവിയുടെ ഗർഭത്തിൽ ആരുടെ കുട്ടിയാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തെക്കുറിച്ച് മാധവി ചിന്തിക്കാൻ തുടങ്ങുന്നു. കുറച്ചു സമയത്തിനുള്ളിൽ നമുക്ക് ഈ ഉത്തരം അറിയാൻ കഴിയും. അത് എല്ലാവരെയും പൂർണ്ണമായി സർപ്രൈസ് ചെയ്യും. നമ്മൾ വീണ്ടും കാർത്തിക്കും അനീറ്റയുടെ അച്ഛനും തമ്മിലുള്ള ആർഗ്യുമെന്റ് കേൾക്കുന്നു. ഇതിനിടയിൽ രണ്ടുപേരും കാമാണ്. അവർ അവിടെയുണ്ട്. അവരവരുടെ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി. കാർത്തിക് തന്റെ കാമുകിയെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് കാണിക്കാൻ അനീറ്റയുടെ അച്ഛൻ തന്റെയും കാമുകിയുടെയും ലവ് സ്റ്റോറി പറഞ്ഞു കൊടുക്കുന്നു. അവരുടെ കാമുകി കോളേജിൽ ജൂനിയർ ആയി അഡ്മിഷന് വന്നപ്പോഴാണ് കണ്ടുമുട്ടിയത്. ആദ്യം അവളുടെ കാമുകിക്ക് കാർത്തിക് ഒരു കോളേജ് ഹൂളിഗൻ ആണെന്ന് തോന്നി. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ കാർത്തിക് വെറും ഒരു ഔട്ട്സൈഡർ ആണെന്ന് മനസ്സിലായി. അവൻ തെറ്റായി പെരുമാറുന്നത് പോലെ നടിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഉള്ളിൽ വളരെ നല്ലവനാണ്. അതിനുശേഷം കാർത്തിക്കും ആ പെൺകുട്ടിയും ഫ്രണ്ട്സായി. കുറച്ചു കാലത്തിനുള്ളിൽ ഈ ഫ്രണ്ട്ഷിപ്പ് ലവ് ആയി മാറി. പിന്നീട് കാർത്തിക് അനീറ്റയുടെ അച്ഛനോട് തന്റെ ലവ് സ്റ്റോറിയുടെ എല്ലാ ചെറിയ ഡീറ്റെയിൽസും പറഞ്ഞു. ഇതെല്ലാം കേട്ടതിന് ശേഷം അനീറ്റയുടെ അച്ഛൻ വളരെ ദേഷ്യപ്പെടുന്നു. കാരണം ഇന്ന് കോർട്ടിൽ പോയി അനീറ്റയെ മാരി ചെയ്യാൻ പോകുന്ന ആൺകുട്ടി കാർത്തിക് ആണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. അതായത് ഇപ്പോൾ തന്റെ കൂടെ ഇരിക്കുന്നയാൾ അനീറ്റയുടെ ബോയ്ഫ്രണ്ട് ആണെന്ന് മനസ്സിലാക്കുന്നു. ഇതിന്റെ ഫലമായി അനീറ്റയുടെ അച്ഛൻ അത്യധികം ദേഷ്യത്തിലാവുകയും ഭ്രാന്തമായി പെരുമാറുകയും ചെയ്യുന്നു. ഇപ്പോൾ അയാൾ വലിയ സങ്കടം ഫീൽ ചെയ്യുന്നു. കാരണം ഒരു നിഷ്കളങ്കനായ ചെറുക്കനെ കല്യാണം കഴിപ്പിച്ചു. അനീറ്റയുടെ അച്ഛൻ ഇപ്പോൾ കോടതിയിൽ കല്യാണം കഴിക്കാൻ വന്ന പെൺകുട്ടിയെ കാണുന്നു. ആ പെൺകുട്ടിയുടെ ബോയ്ഫ്രണ്ടിന്റെ പേര് കാർത്തിക് എന്നാണ്. ഇവിടെ വെളിപ്പെടുന്നത് കഴിഞ്ഞ അരമണിക്കൂറായി കാർത്തിക് ഫോൺ എടുക്കുന്നില്ല എന്നതാണ്. അതിൽ നിന്ന് അനീറ്റയുടെ അച്ഛന് മനസ്സിലാവുന്നു താൻ ഈ പെൺകുട്ടിയുടെ ഭാവി ഭർത്താവിനെ കൊന്നുവെന്ന്. ഇതോടെ സ്റ്റോറി അവസാനിക്കുന്നു. പക്ഷെ ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നു. ഗൺ കാറിൽ എങ്ങനെ വന്നു? കാരണം ഗൺ കാറിൽ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ കാർത്തിക് ജീവനോടെ ഉണ്ടാകുമായിരുന്നു. ഇതിന്റെ ഉത്തരം പിന്നീട് ലഭിക്കും. ഫ്രണ്ട്സ്, ഇനി നമുക്ക് സാവിത്രിയുടെ കഥ കാണാം. അവരുടെ മകൾക്ക് സംഭവിച്ച ആക്സിഡന്റ് സഹിക്കാൻ കഴിയാതെ വന്നു. ആ ആക്സിഡന്റിന് ശേഷം ആരതിയും പൂർണ്ണമായും തകർന്നു. എന്തായാലും ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചാൽ അവൾ എങ്ങനെ സഹിക്കും? സാവിത്രിക്ക് സ്വന്തം ജീവൻ എടുക്കാൻ തോന്നുന്നു. മകളെ ഈ അവസ്ഥയിൽ കാണാൻ കഴിയുന്നില്ല. ഫ്രണ്ട്സ്, തെറ്റ് ചെയ്യുന്ന ഓരോ വ്യക്തിക്കും എന്ത് സംഭവിക്കണമോ അത് സാവിത്രി ചെയ്യുന്നു. സാവിത്രി അവളുടെ കൂടെ ഗൺ എടുക്കുന്നു. അവൾക്ക് അത് എവിടെ നിന്നോ കിട്ടി. അതിനുശേഷം അവൾ ജഗ്ഗുവിനെ വിളിച്ച് താൻ മൂർത്തിയെ കൊല്ലാൻ പോകുന്നുവെന്നും ഞാൻ പോയതിനു ശേഷം എന്റെ മകളെ നോക്കണമെന്നും പറയുന്നു. സാവിത്രി മൂർത്തിയുടെ അടുത്തേക്ക് പോയി മടിയില്ലാതെ അവിടെ വെച്ച് മൂർത്തിയെ ഷൂട്ട് ചെയ്യുന്നു. ഇതിന്റെ ഫലമായി മൂർത്തിക്ക് അവന്റെ ദുഷ്പ്രവൃത്തികളുടെ ഫലം കിട്ടുന്നു. എന്നാൽ മൂർത്തിയുടെ ആളുകൾ സാവിത്രിയെ കൊല്ലാൻ മുന്നോട്ട് വരുന്നു. പക്ഷെ അപ്പോഴേക്കും ജഗ്ഗു അവിടെ എത്തി സാവിത്രിയെ രക്ഷിക്കുന്നു. ഇപ്പോൾ നമുക്ക് കാണാം മൂർത്തിയുടെ ജീവിതം സ്റ്റാച്യു ആണെന്ന്. അവന്റെ റൈറ്റ് ഹാൻഡ് ആ ഗാങ്ങിനെ കൺട്രോൾ ചെയ്യുന്നു. ആ റൈറ്റ് ഹാൻഡ് മാന് അവന്റെ ബോസായ മൂർത്തിയോട് പ്രത്യേക അറ്റാച്ച്മെന്റ് ഒന്നുമില്ലായിരുന്നു. മൂർത്തി മരിക്കണമെന്നും താൻ ലീഡർ ആകണമെന്നും അവൻ ചിന്തിച്ചിരുന്നു. അതിനുശേഷം അവരെല്ലാവരും കൂടി മൂർത്തിയെ കൊല്ലുന്നു. ബോഡി ഒരു തുണിയിൽ പൊതിഞ്ഞ് പാസി നദിയിൽ എറിയുന്നു. ഇവിടെ ആ രണ്ടാമത്തെ സ്റ്റോറിയും അവസാനിക്കുന്നു. ഫ്രണ്ട്സ്, നമ്മൾ അതേ ചോദ്യത്തിലേക്ക് തിരിച്ചു പോകുന്നു. സാവിത്രിക്ക് ഗൺ എവിടെ നിന്ന് കിട്ടിയെന്നത്.
ഇതിന്റെ ഉത്തരം നമ്മൾ അടുത്ത തവണ കാണാം. ഇപ്പോൾ നമുക്ക് മാധവിയുടെ കഥ നോക്കാം. മാധവിക്ക് അറിയേണ്ടത് ഭർത്താവ് അരവിന്ദ് എന്താണെന്നതിന്റെ സത്യമാണ്. പക്ഷെ അരവിന്ദ് വന്ധ്യനാണെങ്കിൽ മാധവിയുടെ ഗർഭത്തിലുള്ള കുഞ്ഞ് ആരുടേതാണ്? മാധവിയുടെ ഗർഭത്തിൽ സമ്പത്തിന്റെ കുഞ്ഞായിരിക്കുമെന്നോ? രാത്രിയുടെ ഇരുട്ടിൽ സമ്പത്ത് അവളുമായി ഇന്റിമേറ്റ് ആയിരുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. പക്ഷെ സമ്പത്തും വീട്ടിലുണ്ട്. ഒരാൾ മാത്രമേ ബാക്കിയുള്ളൂ. മാധവിയുമായി ഇന്റിമേറ്റ് ആയത് അവളുടെ അമ്മായിയച്ഛനായിരുന്നു. പക്ഷെ മാധവി ഇത് മനസ്സിലാക്കുന്നില്ല. ഉത്തരം ഇതാണ്: മാധവിയുടെ അമ്മായി പാലിൽ സ്ലീപ്പിംഗ് ബെൽസ് കലർത്തി കൊടുക്കുമായിരുന്നു. അത് കാരണം മാധവി ഉറങ്ങിയ ശേഷം അൺകോൺഷ്യസ് ആകും. അപ്പോൾ അവളുടെ അമ്മായിയച്ഛൻ അവളുടെ തെറ്റായ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. അതായത് മാധവിയുടെ അമ്മായിയും ഈ തെറ്റിൽ പങ്കാളികളായിരുന്നു. ഇത് എന്ത് തരം രോഗമാണ്? പക്ഷെ എന്തിനാണ് അദ്ദേഹം അവന്റെ മരുമകളോട് ഇത് ചെയ്തത്? കാരണം അരവിന്ദ് ഗേ ആണ്. അദ്ദേഹത്തിന് കുടുംബത്തിന്റെ വംശപാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് അവന്റെ മാതാപിതാക്കൾ എല്ലാ നിയന്ത്രണവും അവരുടെ കൈകളിലെടുത്തത്. ഗിരിയുടെ പ്രവൃത്തിയെക്കുറിച്ച് മാധവി അറിഞ്ഞ ഉടനെ അവൾ കരഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഓടിപ്പോകുന്നു. അവളുടെ അമ്മായി അച്ഛന്റെ കുഞ്ഞായിരുന്നത് അബോർട്ട് ചെയ്യാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. പിന്നീട് മാധവി വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അവളോട് മാപ്പ് പറയുന്നതിന് പകരം അവളുടെ ഭർത്തൃ വീട്ടുകാരും അമ്മായിയപ്പനും അവളോട് ദേഷ്യപ്പെടുന്നു. നീ കുടുംബത്തിന്റെ അഭിമാനം നശിപ്പിച്ചു എന്ന് പറഞ്ഞ്. ഇത് പറഞ്ഞ് അവർ മാധവിയോട് ദേഷ്യം കാണിക്കാൻ തുടങ്ങി. പെട്ടെന്ന് മാധവി അവളുടെ പേഴ്സ് ശ്രദ്ധിക്കുന്നു. മാധവി നേരത്തെ തന്നെ ദേഷ്യത്തിലായിരുന്നു. അവൾ ഗണ്ണെടുത്ത് അവളുടെ അമ്മായിയമ്മയും അമ്മായിയച്ഛനെയും കൊല്ലുന്നു. അങ്ങനെ അവരുടെ വംശം എന്നേക്കുമായി അവസാനിപ്പിക്കുന്നു. പക്ഷേ ഫ്രണ്ട്സ്, ഈ കഥയിലും റാൻഡം ഗൺ എവിടെ നിന്നാണ് വന്നത്? ശരി, ഇനി നമുക്ക് അവസാന കഥ കാണാം. രാജ ഒരു കൊലപാതകം ചെയ്തു. പക്ഷേ അയാളുടെ ബോസ് അയാളുടെ ഓർഡർ പ്രകാരം രാജ കൊലപാതകം ചെയ്തിട്ടും അയാൾക്ക് പണം കൊടുക്കാൻ വിസമ്മതിക്കുന്നു. രാജയുടെ ഒരു ഫ്രണ്ടും ആ കൊലപാതകത്തിൽ ഉൾപ്പെട്ടിരുന്നു. രാജയുടെ ഫ്രണ്ടിന് പണം കൊടുക്കാൻ ആഗ്രഹിക്കാത്തതിനാൽ ബോസ് അയാളെ കൊല്ലുന്നു. രാജ മനസ്സിലാക്കുന്നു തന്റെ ഭാര്യയുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ ബോസിനെ കൊല്ലേണ്ടി വരും. അതിനുശേഷം രാജ തന്റെ ഗണ്ണ് ഉപയോഗിച്ച് ബോസിനെ വെടിവെച്ച് കൊല്ലുന്നു. പിന്നെ അയാൾ 15 ലക്ഷവുമായി ഹോസ്പിറ്റലിൽ എത്തുന്നു. അവിടെ 15 ലക്ഷം ഡെപ്പോസിറ്റ് ചെയ്യുന്നു. പക്ഷെ പിന്നീട് ഡോക്ടറിൽ നിന്നും അറിയുന്നത് റേച്ചലിന് കിഡ്നി ഡൊണേറ്റ് ചെയ്യാനിരുന്ന സ്ത്രീയെ ഇന്ന് രാവിലെ തന്നെ ഗണ്ണ് ഉപയോഗിച്ച് വെടിവെച്ച് കൊന്നു എന്നതാണ്. രാജ ഇത് കേൾക്കുമ്പോൾ താൻ കൊന്ന സ്ത്രീ ആയിരിക്കും തന്റെ ഭാര്യയ്ക്ക് കിഡ്നി ഡൊണേറ്റ് ചെയ്യാനിരുന്നത് എന്ന് മനസ്സിലാക്കുന്നു. പിന്നീട് ഹോസ്പിറ്റലിലെ ടിവിയിൽ കൊല്ലപ്പെട്ട സ്ത്രീയെ കുറിച്ചുള്ള ന്യൂസ് വരുന്നു. അപ്പോൾ രാജയ്ക്ക് കൺഫേം ആവുന്നു താൻ തന്നെയാണ് തന്റെ ഭാര്യയുടെ ഡോണറിനെ കൊന്നത് എന്ന്. ഇനി നമുക്ക് കാണാം, ഡോണറിനെ കണ്ടെത്താൻ കഴിയാത്തതിനാൽ റേച്ചലിന്റെ ജീവൻ നഷ്ടപ്പെടുന്നു. രാജ എല്ലാം ചെയ്തിട്ടും ഒന്നും ചെയ്യാൻ കഴിയാതെ വരുന്നു. ഇതിനാൽ വളരെ ഡിപ്രസ്ഡ് ആവുന്നു. ഇപ്പോൾ പോലീസ് ഹോസ്പിറ്റലിൽ രാജയെ തേടി വരുന്നു. രാജ അവർക്ക് നേരെ ഗൺ ചൂണ്ടുന്നു. അപ്പോൾ ഓഫീസേഴ്സ് അവനെ വെടിവെച്ച് കൊല്ലുന്നു. രാജയുടെ കയ്യിൽ നിന്ന് ഗൺ താഴേക്ക് വീഴുന്നു. പക്ഷെ വരൂ, ഈ ഗണ്ണിന്റെ കഥ ഞാൻ പറയാം. ഈ ഗണ്ണാണ് 4 കഥകളിലും ഉപയോഗിച്ചത്. എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ആദ്യം നമ്മൾ കണ്ടത് രംഗരാജ് ആ ഗൺ നദിയിലെറിഞ്ഞു. പക്ഷേ തെർമോകോൾ ബോക്സിൽ ഒഴുകി കരയിലെത്തി. അവിടെ നിന്ന് ആരോ അതെടുത്തത് സാവിത്രിയായിരുന്നു. അവൾ ആ ഗൺ മൂലയിൽ നിന്ന് എടുത്തു. പിന്നീട് അത് ഉപയോഗിച്ച് മൂർത്തിയെ കൊന്നു. പിന്നെ മൂർത്തിയുടെ വലതുകൈ ആ ഗൺ കൊലപാതകത്തിന്റെ തെളിവ് മറയ്ക്കാൻ റോഡിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു റാൻഡം കാറിൽ വെച്ചു. കാർ മറ്റാർക്കും അവകാശപ്പെട്ടതല്ലായിരുന്നു, അത് അനീറ്റയുടെ അച്ഛൻ്റെതായിരുന്നു. അതുകൊണ്ടാണ് അനീറ്റയുടെ അച്ഛന് തന്റെ കാറിൽ ഗൺ എവിടെ നിന്ന് വന്നു എന്നറിയാതിരുന്നത്. അദ്ദേഹം ആ ഗൺ കൊണ്ട് കാർത്തികിനെ കൊന്നു. പക്ഷെ മാരേജ് കോർട്ടിൽ പോയപ്പോൾ അനീറ്റയുടെ അച്ഛന്റെ ഡ്രൈവർ അയാൾ കാർ കൊണ്ടുപോയി. ആ ഡ്രൈവർ രാജയുടെ ഫ്രണ്ടിന്റെ ഫ്രണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഗൺ രാജയുടെ കയ്യിൽ എത്തിയത്. തന്റെ ഭാര്യയുടെ ഡോണറിനെയും ബോസിനെയും കൊന്ന ശേഷം അയാൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ പോലീസ് ഓഫീസർ അയാളെ പിടികൂടി. ഈ പേടി കാരണം രാജ ഒരു റാൻഡം ബാഗ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ആ ഗൺ അതിനുള്ളിൽ വെച്ചിരുന്നു. ആ ബാഗ് മാധവിയുടേതായിരുന്നു. അതുകൊണ്ടാണ് മാധവിക്കും പെട്ടെന്ന് അവളുടെ ബാഗിൽ നിന്ന് ഗൺ കണ്ടെത്താനായത്. ആ ഗൺ കൊണ്ട് അവൾ എന്താണ് ചെയ്തത്? അവൾ തന്റെ ഭർത്തൃ വീട്ടുകാരെ എല്ലാം കൊന്നു. അതുവഴി അവൾ പ്രതികാരം വീട്ടി. ഫ്രണ്ട്സ്, അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഈ പറയാൻ പോകുന്ന സ്റ്റോറി റിലേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് കമന്റ്സിൽ പറയും. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ.